കൊലപാതകത്തിനു ശേഷം ഡെഡ് ബോഡിയുടെ വായിൽ ചകിരി തിരുക്കി വെക്കുന്നൊരു സൈക്കോ കില്ലർ. മരിക്കുന്നതൊക്കെ മധ്യവയസ്കരായ പുരുഷന്മാർ. ഈ കൊലപാതകങ്ങൾ തമ്മിലുള്ള കണക്ഷൻ അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥനായി മമ്മൂട്ടി. പത്മരാജൻ്റെ തിരക്കഥയും ജോഷിയുടെ സംവിധാനവും. 1990 പുറത്തിറങ്ങിയ ഒരു കുറ്റാന്വേഷണ സിനിമയാണ് ഈ തണുത്ത വെളുപ്പാങ്കാലത്ത്. ഇന്ന് നമ്മൾ മലയാള സിനിമയിൽ കോമണായി കാണുന്ന ഒരു തരം സീരിയൽ കില്ലർ മൂവീസിൻ്റെ സ്ട്രക്ചർ ഉണ്ടല്ലോ. ഒരു കില്ലിങ്, അടുത്ത കില്ലിങ്, ഇത് തമ്മിലുള്ള ലിങ്ക് അന്വേഷിച്ച് ചെല്ലുമ്പോൾ ഇതിനു മുന്നേ ഇതുപോലെ നടന്നിട്ടുള്ള കൊലപാതകങ്ങൾ, മെൻ്റലി അൺസ്റ്റേബിളായ കൊലയാളി, അയാളെ അതിലേക്ക് നയിച്ച പാസ്റ്റ്, ഈ ഒരു ഫോർമാറ്റിൻ്റെ ഒരു ആദ്യകാല രൂപമായി ഈ സിനിമയെ കാണാവുന്നതാണ്. ഈ സിനിമയുടെ ഒരു പ്രധാന സ്ട്രെങ്ത് പത്മരാജൻ്റെ സ്ക്രീൻ പ്ലേ ആണ്. കഥ തുടക്കം മുതൽ തന്നെ വളരെ ടൈറ്റായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അനാവശ്യമായ ക്യാരക്ടേഴ്സോ അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത സീൻസോ ഒന്നും തന്നെ ഇല്ല. ഓരോ കഥാപാത്രത്തിനും അതിൻ്റേതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. തുടക്കം മുതൽ അവസാനം വരെ ആരെയാണ് സംശയിക്കേണ്ടതെന്ന കാര്യത്തിൽ ഈ സ്ക്രീൻ പ്ലേ പ്രേക്ഷകനെ നന്നായി കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്നുണ്ട്. ഈ സിനിമ ക്രൈമിനെ വെറുമൊരു വില്ലൻ്റെ കഥയായി മാത്രം കാണുന്നില്ല, മറിച്ച് ഒരു വ്യക്തിയുടെ മാനസികാവസ്ഥ, അയാൾക്കുള്ള ട്രോമ, അതൊക്കെ എങ്ങനെയാണ് അയാളുടെ ഓരോ പ്രവൃത്തികളെയും ബാധിക്കുന്നതെന്ന് ഇത് പറയാൻ ശ്രമിക്കുന്നുണ്ട്. ഈ കാര്യങ്ങൾ പലതും ഇന്ന് വളരെ സാധാരണയായി തോന്നാം, പക്ഷേ 1990 മലയാള സിനിമയിൽ ഇതിൽ പലതും വളരെ റെയറായൊരു അപ്രോച്ചായിരുന്നു. സിനിമയിൽ ടെൻഷൻ നിലനിർത്തുന്നതിൽ ജോഷിയുടെ ഡയറക്ഷൻ മികച്ചതായി തോന്നി. ഓരോ കട്ടായാലും ലൈറ്റിംഗ് ആയാലും ആദ്യത്തെ ഒരു കൊലപാതകം നടക്കുന്നതിന് മുന്നേ തന്നെ സിനിമയിൽ ടെൻഷൻ എസ്റ്റാബ്ലിഷ്ഡ് ആണ്. സിനിമ ഇറങ്ങിയ ടൈം, അതിൻ്റെ ഒരു ബഡ്ജറ്റ്, അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ മേക്കിങ്ങും അത്യാവശ്യം കൺവിൻസിങ് ആണ്. പ്രത്യേകിച്ച് ഒരു ചേസിങ് സീനൊക്കെ ഉണ്ട്, അതൊക്കെ നല്ല രീതിയിൽ ത്രില്ലിംഗ് ആയിട്ടാണ് പോകുന്നത്. ഈ സിനിമയിലെ പെർഫോമൻസ് ആയിട്ട് നോക്കുകയാണെങ്കിൽ മമ്മൂട്ടിയുടെ പ്രകടനം മാത്രമല്ല, സുരേഷ് ഗോപി, സുമലത, നെടുമുടി വേണു, ഇവരെല്ലാവരും അവരുടെ ക്യാരക്ടേഴ്സിനെ നന്നായി പോർട്രേ ചെയ്തിട്ടുണ്ട്. ഓരോ ക്യാരക്ടറിനും റൈറ്റിങ്ങിൽ വ്യക്തമായൊരു ലെയർ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ നല്ല പെർഫോമൻസസ് കൂടെ ചേരുമ്പം അത് പടത്തിൻ്റെ മൊത്തം ഒരു മിസ്റ്ററി ആസ്പെക്റ്റ് ഉണ്ടല്ലോ, അത് നന്നായി എഫക്റ്റീവ് ആവുന്നുണ്ട്. ഈ സിനിമയുടെ നെഗറ്റീവ്സ് നോക്കുകയാണെങ്കിൽ സെക്ഷൽ ഒഫൻസിനോടുള്ള സമീപനം, അതുപോലെ സെക്ഷൽ ഒഫൻസിനോട് ചില ക്യാരക്ടേഴ്സ് കാണിക്കുന്ന സമീപനം, അതൊക്കെ ഒരു തരം തെറ്റായ നറേറ്റീവായി തോന്നി. അതുപോലെ കോളേജിലെ ചില സീൻസും അതിലെ കാസ്റ്റിങ്ങും ഒട്ടും കൺവിൻസിങ് ആയി തോന്നിയില്ല. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഇന്ന് സാധാരണയായി തോന്നുന്ന പല ആശയങ്ങളും വളരെ മുന്നേ തന്നെ മലയാള സിനിമയിൽ പരീക്ഷിക്കാൻ ധൈര്യം കാണിച്ചൊരു സിനിമയാണിത്. കുറ്റാന്വേഷണ സിനിമകൾ അല്ലെങ്കിൽ മിസ്റ്ററി സിനിമകൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ് ഈ തണുത്ത വെളുപ്പാങ്കാലത്ത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.